ജെൻഡർ റൈംസിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നിതാ ഇവിടെ എത്തുന്നു 4 പുതിയ കൂട്ടുകാർ. അവരുടെ പാട്ടുകൾ കേൾക്കുന്നതിന് മുമ്പായി അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി വേദിയിലേക്ക് എത്തുന്നു അമൽ ക്രിസ്റ്റി. ഹായ് അമൽക്കുട്ട. ഹായ് ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ? അമൽക്കുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധന്റെ പാട്ട് പാടാവോ? രക്തസാക്ഷിയം ഗീവർഗീസിന്റെ പാട്ടാണ് മോൻ ഏറ്റവും ഇഷ്ടം? അതെ. അതെ അല്ലേ? മോൻ പള്ളിയിൽ ഗീവർഗീസ് പുണ്യവാളന്റെ നൊവേനയ്ക്കൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. നൊവേനയ്ക്ക് പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും അല്ലേ? അപ്പം ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് അടിച്ചു പൊളിച്ച് പാടണ്ടേ? ഈശോയ്ക്ക് വേണ്ടി പാട്ട് സമർപ്പിക്കാം. നല്ല രീതിയിൽ പാടുക. മോൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇനി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് നേഹ ജോസഫ്. നേഹ മോളെ, സന്തോഷമാണോ? സുഖമാണോ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇന്ന്. ടെൻഷനൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? പള്ളിയിൽ പോയി പാട്ടൊക്കെ പാടുവോ? ഭാവിയിൽ നല്ലൊരു ഗായികയാകണമെന്ന് ആഗ്രഹമില്ലേ? ചേട്ടനും ചേച്ചിയും പാട്ട് പാടുവോ? ചേച്ചി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യും. ചേച്ചി രണ്ടും ചെയ്യല്ലേ? മോള് ഡാൻസ് കളിക്കുവോ? ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും അല്ലേ? ഇപ്പൊ വലിയ അനുഗ്രഹമാണല്ലോ ദൈവം തന്നേക്കുന്നത്. മോൾക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂട്ടുകാരുടെ കൂടെ പോയി. ജെൻഡർ റൈംസിന്റെ വേദിയിലേക്ക് ഇനി തന്റെ മനോഹര ഗാനവുമായി കടന്നു വരുന്നത് കാതറീൻ. കാതറീൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? ഞാൻ സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ആനക്കൽ. മിടുക്കിയാണോ പഠിത്തത്തിലൊക്കെ? നന്നായിട്ട് പഠിക്കും അല്ലേ? നന്നായിട്ട് പാട്ടും പാടും. പിന്നെ എന്തൊക്കെ ചെയ്യും? ഓർഗൻ വായിക്കും ചെറുതായിട്ട്. ഓർഗനും വായിക്കും. പള്ളിയിൽ ഓർഗൻ വായിക്കുമോ? വായിക്കാൻ തുടങ്ങിയില്ല, അതിന്റെ ശ്രമം നടന്നുകൊണ്ടിരിക്കും. പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഏതാ? എത്രയും തെള്ള മാതാവ് എന്ന പ്രാർത്ഥന. ഒരു ദിവസം എത്ര തവണ ചെല്ലും ഈ പ്രാർത്ഥന? രാവിലെയും വൈകിട്ടും ഓരോ തവണ ചെല്ലും അല്ലേ? ഈ പ്രാർത്ഥന എന്തുകൊണ്ട് ഇത്രയും പ്രിയപ്പെട്ടതായത്? മാതാവിനോടുള്ള ഇഷ്ടം കൊണ്ട്. മാതാവിന് ഭയങ്കര ഇഷ്ടമാണോ? അതെ. മാതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? നിത്യസഹായ മാതാവേ. നിത്യസഹായ മാതാവേ അല്ലേ? പള്ളിയിൽ ഈ പാട്ടൊക്കെ പാടുവോ? പാടും. നല്ല മിടുക്കി കുട്ടിയാണല്ലോ. അങ്ങനെ ഭാവിയിൽ നല്ലൊരു ഗായികയായി മാറട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ഇനി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ഒരു കുഞ്ഞു മാലാഖയാണ്, അന്ന സെബാസ്റ്റ്യൻ. അന്നക്കുട്ടി, എന്തോ സുഖമാണോ? അതെ. അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചപ്പോ ഈശോ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നില്ലേ? വന്നു. അപ്പൊ മോൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആവശ്യം എന്താ? പപ്പായ്ക്ക് നല്ല ജോലി കിട്ടണേ. പപ്പായ്ക്ക് നല്ല ജോലി കിട്ടണേ എന്നാണ് പ്രാർത്ഥിച്ചേ. മോളുടെ കാര്യം എന്താ പറഞ്ഞേ? എന്നെ ഒരു വിശുദ്ധയാക്കണമേ. വിശുദ്ധയാക്കണേന്ന് പ്രാർത്ഥിച്ചോ? വിശുദ്ധയാകോ? വിശുദ്ധയാകും അല്ലേ? ഓക്കെ. മോൾക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ ലഭിച്ചില്ലേ പാട്ടുപാടി? മോക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്മാനം ഏതാ? FM ബ്രോഡ്കാസ്റ്റിംഗ് റേഡിയോയിൽ എനിക്ക് 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. FM-ലൊക്കെ പാടിയിട്ടുണ്ടോ? ഉണ്ട്. അല്ല, മിടുക്കി കുട്ടിയാണല്ലോ. ഈ ചേച്ചിമാരുടെ കൂടെ ഒക്കെ ഇന്ന് പാടണ്ടേ? വേണം. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ടെൻഷനൊന്നും ഇല്ല അല്ലേ? നല്ല സ്മാർട്ടാ. അപ്പൊ നമുക്ക് നന്നായിട്ട് പാടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. ഇനി ഈ 4 കൊച്ചു കൂട്ടുകാരുടെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കടന്നു വരുന്നത് അമൽ ക്രിസ്റ്റി. അമൽക്കുട്ട, എന്തോ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഈശോ നീ എൻ ജീവനിൽ നിറയണം. ആരാ ഈ പാട്ട് പഠിപ്പിച്ചേ? അമ്മ. അമ്മയാണോ പഠിപ്പിച്ചേ? അമ്മ നന്നായിട്ട് പാട്ട് പാടും അല്ലേ? പാടും. മോൻ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അത് പാട്ടല്ലേ? അത് നല്ല പാട്ടായതുകൊണ്ടാണോ? മോൻ പാടി കഴിയട്ടെ, എന്നിട്ട് ചേച്ചി പറയാം നല്ലതാണോ അല്ലയോ എന്ന്. നന്നായി പ്രാക്ടീസ് ചെയ്തോ? അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്.
നമ്മോടൊപ്പം പാടാനായി കടന്നു വരുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരിയായ നേഹ ജോസഫ്. നേഹക്കുട്ടി, എന്തോ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? എന്നെ യേശുനാഥന്റെ പാത്തുങ്ങാണ്. ഈശോയെ കുറിച്ചുള്ള പാട്ടാണല്ലേ? അതെ, ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ? ഞാൻ തന്നെ. സ്വന്തമായിട്ട് തന്നെ സെലക്ട് ചെയ്താണോ? ആ. അതെന്നെ ഇത്രക്ക് ഇഷ്ടമാണ് ഈ പാട്ട്? ഈ പാട്ട് സെലക്ട് ചെയ്യാൻ വേറെ കാരണം വല്ലതും ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അമ്മയും പപ്പായും ഒക്കെ എന്നാ പറഞ്ഞു ഈ പാട്ട് സെലക്ട് ചെയ്തപ്പം? നല്ല പാട്ടാന്ന് പറഞ്ഞല്ലേ? നേഹക്കുട്ടിയോട് നന്നായിട്ട് പാടിയിട്ട് വരാൻ പറഞ്ഞോ? നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ടെൻഷനൊന്നും ഇല്ല, മിടുക്കി കുട്ടിയായിട്ട് പാടാൻ വന്നേക്കുവാണല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ
നമുക്ക് വേണ്ടി പാടാൻ കടന്നു വരുന്നത് കാതറിൻ. കാതറിൻ, എന്തോ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പൈതലാമേശു എന്ന് പറഞ്ഞ പാട്ട്. പൈതലാമേശുവേ എന്ന പാട്ടല്ലേ? മോള് ഈശോയ്ക്ക് വേണ്ടി പാടിയതിൽ ഏറ്റവും മനോഹരമായ പാട്ട് ഏതാ? പൈതലാമേശുവെ തന്നെ. പൈതലാമേശുവേ തന്നെയാണല്ലേ? അതുകൊണ്ടാണോ ഇന്ന് ആ പാട്ട് സെലക്ട് ചെയ്തേ? അതെ. അതെ. മോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ? മാതാപിതാക്കളും അമ്മയും അച്ഛനും ആണല്ലേ? അവര് കറക്ഷൻസ് ഒക്കെ തരാറുണ്ടോ? മത്സരത്തിനൊക്കെ കൊണ്ടുപോകോ? എപ്പോഴും മോളുടെ കൂടെ നിന്ന് തന്നെ മോക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നവരാണല്ലേ? അതെ. മോൾ എത്ര നാളായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 4 വർഷമായിട്ട്. 4 വർഷമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഈ വേദിയിൽ മോക്ക് ഏറ്റവും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.
മൂന്ന് പേരുടെ സുന്ദരമായ ഗാനങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നത് അന്ന സെബാസ്റ്റ്യൻ. അന്നക്കുട്ടി, എന്തോ പാട്ടൊക്കെ പഠിച്ചോ? പഠിച്ചു. ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? കണ്ടുകൊതി തീർന്നില്ല. ആരെക്കുറിച്ചുള്ള പാട്ടാ ഇത്? ഈശോയെ കുറിച്ചുള്ള പാട്ട്. ഈശോയെ കുറിച്ചുള്ള പാട്ടാണല്ലേ? അന്നക്കുട്ടിക്ക് അറിയാവോ ഈ ഗായകർക്ക് ഒരു മധ്യസ്ഥയുണ്ട്? ആരാന്ന്? സിസ്റ്റർ സിസ്ലി. വിശുദ്ധ സിസിലിയ ആണോ? ഓ ആണോ? ആണ്. ആണ്, ഉറപ്പാണ്. അതെ. അതെ, വിശുദ്ധ സിസിലിയ കേട്ടോ. മോക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത് ആരാ? എൻ്റെ പേരൻസ്. അമ്മ അച്ഛനുമാണല്ലേ? എന്തുകൊണ്ടാണ് മോക്ക് ഈ പാട്ട് ഇഷ്ടമായത്? ഈശോനോട് ഒത്തിരി സ്നേഹമുള്ളതുകൊണ്ട്. ഈശോയ്ക്ക് മോളോട് ഒത്തിരി ഇഷ്ടമുണ്ടോ അതോ മോക്ക് ഈശോയോട് ഇഷ്ടമുണ്ടോ? രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഈശോയ്ക്ക് മോളെ ഇഷ്ടമാണ്, മോക്ക് ഈശോയെ ഇഷ്ടമാണല്ലേ? അതെ. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ചെയ്തു. നല്ല രീതിയിൽ പാടാം അല്ലേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജോർജ് എന്ന സംഗീത വിസ്മയത്തിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാകുമ്പോൾ 4 കൊച്ചുമിടുക്കരുടെ മനോഹരവും വ്യത്യസ്തവുമായ ഗാനങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. വീണ്ടും വരും ആഴ്ചകളിൽ കൂടുതൽ മികവുറ്റ ഗാനങ്ങളും അവതരണങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്തും. കാത്തിരുന്ന് കാണുക. അതുവരേക്കും ഐ എം എമിൽഡ ജോർജ് സൈനിങ് ഔട്ട്.